ഹായ്, നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വീഡിയോ ദോശമാവിന്റെ വീഡിയോ ആണ്. അതിന്റെ അളവും കാര്യങ്ങളൊക്കെ വെള്ളത്തില് അരിയിടണത് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോ രാത്രിയാണ്, ഒരു 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഒരു 8 മണിക്കൂർ അരി ബാക്കി ഐറ്റംസുകളൊക്കെ വെള്ളത്തിൽ കിടക്കണം. അത്രയും നേരം അത് കുതിരണം. അപ്പൊ ഞാനിപ്പോ കാണിച്ചു തരാം അത്. പിന്നെ അരക്കണത് നമുക്ക് നാളെ. അപ്പൊ നമ്മള് ദോശക്ക് ഇതാ അരി വെള്ളത്തിലിടുന്നത് എത്ര അളവ് എന്ന് കാണിച്ചു തരാം. നാഴിയാണേ, ഇഡ്ലി അരിയാണിത്. നമ്മൾ സാധാരണ ഇഡ്ലിക്ക് ഇടുന്നത് ഇഡ്ലി അരിയാണ്. മൂന്ന് നാഴി ഇഡ്ലി അരി. ഇത് പച്ചരിയാണ്, റേഷൻ വാങ്ങിയതാണ് കേട്ടോ. പച്ചരി ഏതായാലും കുഴപ്പമൊന്നുമില്ല. 2 നാഴി പച്ചരി. മൂന്ന് നാഴി ഇഡ്ഡലി അരിയും 2 നാഴി പച്ചരിയും, മൊത്തം 5 നാഴിയായി നമ്മൾ അരി എടുത്തത്. അതിന് ഉഴുന്ന് വന്നിട്ട് അര നാഴി മതി കേട്ടോ. ഉഴുന്ന് കൂടുതൽ വേണ്ട. കൂടുതൽ ഉഴുന്ന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, ഇഡ്ഡലിക്ക് പോലെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ദോശ നല്ല സ്മൂത്ത് ആയി പോകും. ഉലുവ വന്നിട്ട് 1 സ്പൂണ് ഉലുവ. അര നാഴി ഉഴുന്നും 1 സ്പൂണ് ഉലുവ. പിന്നെ വേറെ ഒന്ന് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ. അത് നമ്മള് അരിയുടെ ഒപ്പാണ് ഇടേണ്ടത്. കടലപ്പരിപ്പാണ്. നമ്മള് വടക്കിടുന്നില്ലേ, വടക്ക് ഈ പരിപ്പെല്ലാം ഇട്ട് നമ്മള് പരിപ്പ് വട ഉണ്ടാക്കുക, ആ പരിപ്പാണ് ഇത് കേട്ടോ. സാമ്പാർ പരിപ്പല്ല അത്. ഇതില് ഒരു 4 മണി 4 നാഴി മതി കേട്ടോ. ഇത്ര മതി. ഈ പരിപ്പ് എന്തിനാ ദോശമാവിന് ഇടുന്നെന്നുള്ളത് ഞാൻ നാളെ പറയാം. ദോശ ഉണ്ടാക്കുമ്പോ പറയാം. ഇതൊക്കെ നമുക്ക് നല്ല വെള്ളമൊഴിച്ച് കഴുകി കുതിരാൻ വെക്കാം. ഒരു 8 മണിക്കൂർ ഇതൊക്കെ കുതിരണം. എന്നിട്ട് നമ്മൾ അരക്കണതും കാണിക്കാം, ദോശ ഉണ്ടാക്കണതും കാണിക്കാം. അപ്പൊ നമ്മള് ദോശക്ക് ഇന്നലെ രാത്രി അരി ഉഴുന്നൊക്കെ വെള്ളത്തിലിട്ടത് കാണിച്ചു. ഒക്കെ ഇപ്പൊ ഫ്രീസറിൽ ഉഴുന്ന് വെച്ചതാട്ടോ. ഇത്തിരി ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഐസിന്റെ പൈ. അപ്പൊ ഇതാദ്യം നമ്മള് ഉഴുന്ന് ആദ്യം ഗ്രൈൻഡറിൽ ഇടണം. പിന്നെ ഞാൻ അരി എപ്പോൾ ഇടണം എന്നുള്ളത് പറയാം. ദോശക്ക് രണ്ടും ഒന്നിച്ചിടാം. അരിയും ഉഴുന്നും ഉലുവയൊക്കെ ചേർന്ന് ഒന്നിച്ചിടാം. പക്ഷെ ഇങ്ങനെ നമ്മൾ തനിച്ചിട്ട് അരയ്ക്കുമ്പോഴാണ് ഒന്നും കൂടി ഉഴുന്ന് നല്ല ഇങ്ങനെ പൊന്തി വരും. ദോശക്ക് ഉഴുന്ന് അരിയിടണ പാകമായിക്കൊണ്ടിരിക്കും. ഉഴുന്ന് നമ്മൾ എടുത്തു വെക്കണ്ട. നല്ല ഒന്ന് പൊന്തിയ ശേഷം ഈ ഗ്രൈൻഡർ വർക്കായിക്കൊണ്ടിരിക്കുമ്പോ നമ്മള് ഇങ്ങനെ കൈ വെക്കാൻ പറ്റും. ഓഫാക്കി കഴിഞ്ഞാ ഇങ്ങനെ ഓഫാക്കി കഴിഞ്ഞാ തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കണ്ട കല്ല് കാരണം ഇങ്ങനെ തിരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ആക്കാൻ പറ്റില്ല. അത് കാരണമാണ് ഞാന് ഗ്രൈൻഡർ വർക്കായിട്ടിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ താഴേക്ക് കൊണ്ടുപോവില്ല കൈ. ഇത് പോയ ദിവസം ഒരു വീഡിയോയില് ഇഡ്ഡലി വീഡിയോ ഇട്ടിട്ട് ഒരാള് പറഞ്ഞിരുന്നു, സംഭവം ശരിയാണ്, ഞാൻ സേഫ് ആയിട്ട് തന്നെ ഞാൻ ചെയ്തോളാം, താങ്ക് യു പറഞ്ഞതിന്. പിന്നെ ഗ്രൈൻഡർ വർക്ക് ആവുമ്പോ കൈവിടരുത് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ.
ഇതങ്ങനെ ഞങ്ങള് പ്രാക്ടീസ് ആക്കി ഇങ്ങനെ എടുത്തത് തന്നെ. ആദ്യമൊക്കെ എനിക്ക് പേടി ഉണ്ടായിരുന്നു ഇങ്ങനെ കൈവെക്കാനൊക്കെ. കൊറേ കൊല്ലായി, ഏകദേശം ഞങ്ങള് ഈ ഗ്രൈൻഡർ വാങ്ങി തന്നെ ഒരു 10-12 കൊല്ലം കഴിഞ്ഞിട്ടോ. ഇങ്ങനെ കണ്ടോ, നല്ല ഇങ്ങനെ ഉരുണ്ട് ഇതാ വരുന്നുണ്ട് കണ്ടോ. ഈ സമയത്ത് നമ്മള് ഉഴുന്നെടുക്കണ്ട, അരി ഇതിന്റെ ഒപ്പം തന്നെ ഇട്ടാ മതി. എന്തിനാ ഇതിന്റെ ഒപ്പം തന്നെ അരി ഇടുന്ന? തരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ദോശയല്ലേ അത് കാരണം. പിന്നെ വേറൊരു കാര്യം, നമ്മള് മിക്സിയിൽ അരയ്ക്കാതല്ലേ ഉഴുന്നിട്ടത്, അത് കാരണം ഉലുവയും ഉഴുന്നും എവിടെങ്കിലും ഒക്കെ പോയി അവിടെ നിൽക്കും, സൈഡിൽ എവിടെങ്കിലും. അപ്പൊ നമ്മൾ അരി ഇതിന്റെ ഒപ്പം തന്നെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ചേർന്നറിഞ്ഞോളൂ. ഇഡ്ഡലി മാവ് വീഡിയോ ഇട്ടപ്പോ നിങ്ങൾ ആ വീഡിയോ ഒന്ന് എടുത്തു നോക്കി അറിയാം. ഞാന് മിക്സിയിൽ ഉഴുന്ന് അരച്ചിട്ടാണ് പകുതി വരെ അരച്ചിട്ടാണ് പിന്നെ ഞാൻ ഗ്രൈൻഡറിൽ. പക്ഷെ ഇതങ്ങനെ നമ്മൾ ഇട്ടില്ലല്ലോ. അപ്പൊ ഒപ്പം തന്നെ അരി ഇട്ടാൽ പെട്ടെന്ന് അറിഞ്ഞു കിട്ടും, ദോശമാവിനല്ലേ. പക്ഷെ ഇഡ്ഡലിക്ക് വന്നിട്ട് നമ്മള് നല്ല നൈസിൽ മാവ് അരയ്ക്കാൻ പാടില്ല, ദോശക്ക് കുറച്ച് നൈസിൽ അരച്ചിരിക്കണം, എന്നാലേ നല്ലൊരു ദോശ കിട്ടും. നമ്മളിതാ ദോശക്ക് ഗ്രൈൻഡറിൽ ഇട്ടിരുന്നില്ലേ അരി, ഒക്കെ അരഞ്ഞ് ദോശമാവ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിലിത്തിരി നമ്മള് ഉപ്പ് ഇപ്പൊ തന്നെ ചേർത്തിയ ഇട്ട് ഇളക്കിയിട്ടിരിക്കണ്ട, ആവശ്യമുള്ള ഉപ്പ് തന്നെ ചേർത്തിയാ മതി. അരിമാവ് ദോശമാവ് നമുക്ക് ഇതാ നല്ല നൈസിൽ അറിഞ്ഞ് കിട്ടിയിട്ട് കണ്ടോ, നല്ല ഒരു തരി പാടില്ല കേട്ടോ, ദോശക്കാണ് അത് കാരണം നല്ല നൈസ് വേണം. റെഡി ആയിട്ടുണ്ട്. ഇതൊരു 5-6 മണിക്കൂർ കഴിഞ്ഞാ നമുക്ക് ദോശ ഒഴിക്കുന്ന ആ രീതിയിൽ എത്തും കേട്ടോ. ദോശമാവ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചരിച്ചെടുക്കാനുണ്ടോ, ഈസിയാണ്. ഇതിന്ന് മാവെടുക്കാനും ഈ ഗ്രൈൻഡറിൽ നിന്ന് മാവെടുക്കാനും പിന്നെ അതേപോലെ കഴുകാനും ഒക്കെ നമുക്ക് ഈസിയാണ്. ഇങ്ങനെ കഴുകി നമ്മളിങ്ങനെ ചരിച്ചെടുക്കാനേ ഉള്ളൂ ഈ ഗ്രൈൻഡറിൽ. നമുക്ക് കഴുകാൻ ഈസിയാ ഇതുപോലെ ഗ്രൈൻഡറുകളില്. ഗ്രൈൻഡറിൽ ഉപ്പിട്ട് മാവ് ഇങ്ങനെ പാത്രത്തിലെടുത്താലും ലാസ്റ്റ് ഇതാ ഇങ്ങനെ കൈ കൊണ്ട് നല്ല ഇങ്ങനെ ഇളക്കി കൊടുത്താലേ നമുക്ക് ഒന്ന് മാവ് പൊന്തോട്ടാ. നമ്മുടെ കൈ കൊണ്ട് ഇളക്കണം, കയ്യിൽ കൊണ്ട് ഇളക്കാൻ പാടില്ല, കൈ കൊണ്ട് ഇളക്കണം. ഇതാ ഇങ്ങനെ, എന്നാലേ പെട്ടെന്ന് പൊന്തും. ഇനി ഇത് മാവ് പൊന്തി കഴിഞ്ഞ് ദോശ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇരിക്കട്ടെ, ഒരു 6 മണിക്കൂർ അങ്ങനെ ഇരിക്കട്ടെ. നല്ലതാ പൊന്തി വന്നിട്ടുണ്ട്. അരച്ച ഉപ്പൊക്കെ ഇട്ട് റെഡിയായി വെച്ചത് ഇതാ കണ്ട പൊന്തിട്ടുണ്ട്. കണ്ട അടിപൊളി ദോശമാവ്. ഇത് കുറച്ച് കട്ടിയുണ്ട്, നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഈ ഊത്തപ്പം പോലെയൊക്കെ നമ്മൾ ഒഴിക്കല്ലോ, അതിനൊക്കെ ഈ കട്ടി. കുറച്ച് ഡവറയില് നമ്മൾ കുറച്ച് മാവ് മാറ്റി വെച്ചിട്ട് ദോശ ഉണ്ടാക്കി കാണിച്ചു തരാം. നമ്മളിതാ മാവ് കുറച്ച് ഇങ്ങനെ എടുക്കുക, കുറച്ച് ചെറിയൊരു പാത്രത്തിൽ എടുത്ത് വെക്കുക ആവശ്യത്തിന്. പിന്നെ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 5 ദിവസത്തിന് 4 ദിവസത്തിനൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് പാകത്തിനെടുത്ത് വെള്ളം ആക്കിയിട്ട് വെള്ളം കളത്തിയിട്ട് ദോശമാവ് ആക്കാം കേട്ടോ. ഇനിയിപ്പോ ഇതില് വെള്ളം ഒഴിക്കണോ? ഇത് ദോശമാവ് മാത്രല്ല, തമിഴ്നാട്ടില് ഹോട്ടലുകളിൽ കിട്ടും വെള്ളപ്പനിയാറെന്ന് പറഞ്ഞിട്ട്. അത് ഉണ്ടാക്കാം, അത് ഞാൻ ഉണ്ടാക്കി കാണിക്കാം നാളെ.
നമ്മള് ദോശമാവിന് അരി വെള്ളത്തിലിട്ടപ്പോ കടലപ്പരിപ്പ് ഇട്ടില്ലേ ഞാന്. അപ്പോ അത് കടലപ്പരിപ്പ് എന്തിനാ ഞാൻ ഇടുന്നെന്നുള്ളത് പറയാന്ന് പറഞ്ഞില്ലേ. ഇതാ കണ്ടോ, കടലപ്പരിപ്പ് ഇട്ടാ ഇതാ ഇങ്ങനെ എല്ലാ സ്ഥലവും ചുവന്ന് മുരിഞ്ഞു വരും നമുക്ക്. കണ്ടോ, നല്ലൊരു സ്മെല്ലുണ്ടാവും ദോശേന്റെ. നല്ല ഈ തട്ടുകടയിലൊക്കെ ദോശ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ സ്മെല്ല് വരുന്നുണ്ട് നല്ല, അതുപോലെ നമുക്ക് കിട്ടും. ആ കടലപ്പരിപ്പിന്റെ ഒരു ഗുണം കേട്ടോ. ഇതാ ഇങ്ങനെ കിട്ടും. നല്ല കടലപ്പരിപ്പ് ഇട്ട കാരണമാണ് ഇതാ ഇങ്ങനെ വരുന്നത് നമുക്ക്. ഇതാ കണ്ടോ, മസാല ദോശ അല്ലേ? മസാല ദോശ. ഈ മാവിന് മസാല ദോശ, ഊത്തപ്പം, മുട്ടദോശ എല്ലാം അടിപൊളിയായിട്ടുണ്ടാവും മനുവ. ഇങ്ങനെ കുറച്ച് അരിമാവ് അരച്ചു വെച്ചാൽ മതി നമുക്ക്. കുട്ടികൾ സ്കൂളിൽ വിട്ട് വന്നതും നമുക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം. മസാല ദോശ, അടിപൊളി മസാല ദോശ. ഇത് മസാല ദോശ കഴിച്ചു നോക്കട്ടോ. ദോശ കഴിച്ചു നോക്കാട്ടോ. നല്ല മുരുമുരാണ്ട് ദോശ, അടിപൊളി ദോശയാണ്. ശരിക്കും നിങ്ങള് ഉണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാ, ശരിക്കും അടിപൊളി ടേസ്റ്റ്. പിന്നെ സത്യത്തില് കടയിൽ ഈ രുചി കിട്ടില്ല. പക്ഷെ അതിനൊക്കെ പറഞ്ഞാൽ കടക്കാരൻ നമ്മളെ വന്നടിക്കും. ഞങ്ങളുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നിട്ട് ഞാൻ പറഞ്ഞ അളവില് അരി ഉഴുന്ന് ഇതൊക്കെ ഇടുക, അതേപോലെ അരച്ചെടുക്കുക കേട്ടോ. ഗ്രൈൻഡർ ഇല്ലാത്തവര് മിക്സിയിൽ അരച്ചെടുക്കാവേ. എന്നിട്ട് ദോശ ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ഹോട്ടലില് കിട്ടണ പോലെ തന്നെ രുചിയും എല്ലാം, നിറം, രുചി, മണം എല്ലാം ഉണ്ട് നമ്മുടെ ദോശക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത ഒരു വീഡിയോയില് നമുക്ക് കാണാം കേട്ടോ. ബൈ. അതാരാ അത്രയും വലിയ ഹോയ് വിട്ടത്?